കൊരിന്ത്യസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യനച്ച, ജോസഫച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത്രയും ചൂടുള്ള ഒരു സമയത്തും അതുപോലെ റബ്ബർ വെട്ടൊക്കെയുള്ള ഒരു സമയത്തും ഈ ആലയം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ചൂട് മാറുകയാണ് അല്ലേ? കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ചൂടിലും നമ്മുടെ മനസ്സിൽ ഒരു കുളിര് കിട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇങ്ങനെ കർത്താവിൻ്റെ ആലയത്തിൽ ഒരുമിച്ച് കൂടി നിറഞ്ഞിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ ഒരു കൂട്ടായ്മ നമ്മളിങ്ങനെ നിറഞ്ഞ്, ഈ ആലയം മുഴുവൻ നിറഞ്ഞിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ അച്ഛന് ഒറീസയിൽ പോകാത്തതിൻ്റെ വിഷമം മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രൂപാന്തരീകരണം. നാം എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ജീവിതയാത്ര നടത്തുന്നത്? ദൈവീക ജീവനിൽ ലയിച്ചു ചേരാൻ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, നീ എന്തിനാണ് ജീവിക്കുന്നത് അല്ലേ? ചില നേരത്തെ ചോദിക്കാറല്ലേ, നീ എന്തിനാണ് പോയി ചത്തു അല്ലേ? അങ്ങനെയൊക്കെ ചില ആളുകൾ സ്നേഹം കൂടുമ്പോൾ ചോദിക്കാറുണ്ട്. കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ? നീ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾ എന്തുത്തരം പറയും? ദൈവീക ജീവനിൽ ലയിച്ചു ചേരാൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ പല പ്രതിസന്ധികൾക്കുമുള്ള ഒരു ഉത്തരം കിട്ടുന്ന ഒരു ദർശനമാണ്, ഞാൻ ജീവിക്കുന്നത് ദൈവീക ജീവനിൽ ലയിച്ചു ചേരാനാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്താണ് നന്മ? ദൈവീക ജീവനിൽ ലയിച്ചു ചേരാൻ എന്നെ സഹായിക്കുന്നത് എന്തോ അതാണ് നന്മ. ഹല്ലേലൂയ. എന്താണ് തിന്മ? ദൈവീക ജീവനിൽ ലയിച്ചു ചേരുന്നതിന് എനിക്ക് തടസ്സം നിൽക്കുന്നതെന്തോ അതാണ് തിന്മ. ഒരു കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് നോക്കാനുള്ള വെളിച്ചം, എന്ന് നോക്കാനുള്ള മാനദണ്ഡം ഇതാണ്. ഈ ഒരു കാര്യം നിന്നെ ദൈവീക ജീവനിൽ ലയിച്ചു ചേരാൻ സഹായിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് നന്മയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊരു കടബാധ്യതയായിരിക്കാം, ഒരു രോഗമായിരിക്കാം, ഒരു കുടുംബ പ്രശ്നമായിരിക്കാം. പക്ഷെ നിന്നെ അത് കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, കുരിശ് മരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നന്മയാണോ തിന്മയാണോ? നിങ്ങൾക്ക് ആ നന്മ കിട്ടണോ? വേണ്ട. നിങ്ങളെ ഒരാൾ തല്ലുക എന്ന് പറയുന്നത് നന്മയാണോ തിന്മയാണോ? ആരൊന്നും പറയുന്നില്ല. നന്മയാണോ? പിന്നെ തല്ലി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന എന്തിനാണ്? നമ്മളെ ഒരാൾ തല്ലുന്നത് നന്മയാണോ സിസ്റ്ററെ? നന്മയാണോ? അല്ല, അത് തിന്മയാണ്.
പക്ഷേ ഈശോയെ ഒരാൾ തല്ലിയത് എങ്ങനെയാണ് നന്മയായത്? നഗ്നനാക്കപ്പെടുക, സമൂഹ മധ്യത്തിൽ വെച്ച് ഇതാ പീഡിപ്പിച്ച് നഗ്നനാക്കപ്പെടുന്നത് നന്മയാണോ തിന്മയാണോ? തിന്മയാണ്. ആ തിന്മ എങ്ങനെയാണ് ഇന്ന് നമുക്ക് രക്ഷാകരമായി മാറിയത്? അതാണ് അച്ഛൻ പറഞ്ഞത്, ഒരു കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് നോക്കേണ്ടത് ഇന്ത്യൻ പീനൽ കോഡ് വെച്ചിട്ട്. അത് നന്മയാണോ തിന്മയാണോ എന്ന് നോക്കേണ്ടത് സ്വർഗത്തിന്റെ ഒരു കണ്ണിലൂടെയാണ്. കുരിശുമരണം നന്മയാണ്, ഈശോയുടെ പീഡാസഹനം നന്മയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്, ഈ ഒരു ബോധ്യത്തിലാണ്. കാരണം ദൈവീക ജീവനിൽ ലയിച്ചു ചേരുക എന്നതാണ് ഈശോയുടെ പരമമായ ലക്ഷ്യം, നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. ആ ഒരു പശ്ചാത്തലത്തിൽ കുരിശുമരണം പരമമായ നന്മയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ ഈശോയേ. ദൈവീക ജീവനിൽ ലയിച്ചു ചേർന്ന ഒരാളുടെ പേര് പറയും, ഒരു മനുഷ്യന്റെ പേര് പറ. മത്രേസ്യ. പ്രിയപ്പെട്ടവരെ, ദൈവീക ജീവനിൽ ലയിച്ചു ചേർന്ന മനുഷ്യന്റെ ഏറ്റവും ആദ്യത്തെ പേരെന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. പൂർണ്ണമായി അവൻ മനുഷ്യനായിരുന്നവൻ, പൂർണ്ണമായും ഈ ഭൂമിയിൽ പിതാവിന്റെ തിരുഹിതമനുസരിച്ച് ജീവിച്ച് ഈശോ പിതാവിന്റെ തിരുഹിതമായി മാറി, ഈശോ പിതാവിന്റെ മനസ്സായി മാറി. പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. പിതാവേ, അങ്ങയുടെ ആത്മാവിൽ ഞാൻ എൻ്റെ ആത്മാവിന്, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോയുടെ ആ ശരീരവും മനസ്സും, ഈശോയുടെ ഹിതം മുഴുവൻ, ഈശോയുടെ ആത്മാവ് ദൈവീക ജീവനിൽ ലയിച്ചു ചേരുകയാണ് സംഭവിച്ചത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അപ്പോൾ ചോദ്യം, അങ്ങനെയെങ്കിൽ ഞാൻ ദൈവീക ജീവനിൽ ലയിച്ചു ചേരണമെങ്കിൽ എന്തു വേണം? ആരെ പോലെയാകണം? ഈശോയെ പോലെയാകണം. ഈശോയെ പോലെയാകാത്തിടത്തോളം, എൻ്റെ മനസ്സ് ഈശോയുടെ മനസ്സാകാത്തിടത്തോളം, അതുപോലെയാകാതെ ഞാൻ ദൈവീക ജീവനിൽ ലയിച്ചു ചേരുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവീക ജീവനിൽ ലയിച്ചു ചേരാൻ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ഈശോയുടെ മനസ്സിനെ പഠിച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആവിലായിൽ 12 മണിക്ക് 35-40 ഡിഗ്രി ചൂടുള്ള ഒരു സമയത്ത് കൃത്യം നട്ടുച്ച 12 മണിക്ക് ഇവിടെ ഇരിക്കുന്നത് ഒരു ഉച്ചഭ്രാന്തല്ല. ഇവിടെ ഇങ്ങനെ 12 മണിക്ക് ഇരിക്കാൻ നിങ്ങൾക്ക് എന്തുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ഗൗരവം, നമ്മുടെ ജീവനേക്കാൾ പ്രാധാന്യമുള്ള ഒരു കാര്യം പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമയത്ത് ഇവിടെ ആയിരിക്കുന്നത്. ഇതൊരു സൗഭാഗ്യ സമയമാണ്. ഹല്ലേലൂയ. എന്താണ് നമ്മൾ പഠിക്കുന്നത്? എങ്ങനെ നമ്മുടെ മനസ്സ് ഈശോയുടെ മനസ്സ് പോലെയാകും. ഇപ്പോൾ നമ്മുടെ മനസ്സ് ആരുടെ മനസ്സ് പോലെയാണ്? കുറെയൊക്കെ ഈശോയുടെ മനസ്സ് പോലെയാണ്, കുറെയൊക്കെ ഹല്ലേലൂയ. യെസ്, അതാണ് യാഥാർത്ഥ്യം. നമ്മൾ കുറെയൊക്കെ നമ്മളെ പോലെ തന്നെയാണ്, കുറെയൊക്കെ ഈശോയെ പോലെയാണ്. ഇനി എന്തു വേണം? നമ്മൾ വീണ്ടും വീണ്ടും കുറയണം, ഈശോ വീണ്ടും വീണ്ടും വളരണം. ഹല്ലേലൂയ. ഈശോ വളരുകയും നമ്മൾ കുറയുകയും വേണം. ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈശോയുടെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആത്മപരിത്യാഗം ചെയ്യണം എന്ന ആഗ്രഹം. ഏതാണ് ആഗ്രഹം? ആത്മപരിത്യാഗം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ആത്മപരിത്യാഗം ചെയ്താണ് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് തന്നെ, അല്ലേ? നമ്മൾ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടല്ലേ
നമ്മുടെ ചില സുഖങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? അല്ലേ? വീട്ടിലാണിരുന്നെങ്കിൽ നിങ്ങൾക്ക് നേരെ ഫാനിന്റെ അടിയിൽ പോയിരിക്കാമായിരുന്നു. ഇവിടെ ആണെങ്കിലോ കിട്ടിയോടുത്തിരിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾക്ക് AC ഉള്ളവരാണെങ്കിൽ വീട്ടിൽ AC ഇട്ടിട്ടിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ കാറ്റുള്ളോടത്ത് ഇരിക്കാമായിരുന്നു, ഫോൺ നോക്കിയിരിക്കാമായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അതൊക്കെ വേണ്ട എന്ന് വെച്ച് വെള്ളം കുടിക്കാൻ പോകുമ്പോൾ കുടിക്കാൻ പോകാമായിരുന്നു, ഭക്ഷണം കഴിക്കാൻ തോന്നുമ്പോൾ കഴിക്കാമായിരുന്നു. ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ്, ഈ പ്രസംഗം കഴിയുന്നത് വരെ എഴുന്നേറ്റാൽ പോലീസ് പിടിക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഒരു ആത്മപരിത്യാഗം ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് നിങ്ങൾ ഇനി എഴുന്നേൽക്കരുതെന്ന്? അതൊരു ആത്മപരിത്യാഗമാണ്. എന്തിനു വേണ്ടി? ഈശോയെ കേൾക്കാൻ വേണ്ടി. നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നും, ഇപ്പൊ വേണ്ട, 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് മതി. ആത്മപരിത്യാഗമാണ്. ഒന്ന് ഫ്രഷ് ആവാൻ പോവാൻ തോന്നുന്നു, നമ്മൾ 10 മിനിറ്റ് കൂടെ വേണ്ട എന്ന് വെക്കുന്നു. ആത്മപരിത്യാഗമാണ്. ഈ ആത്മപരിത്യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാൽവരി കുരിശ് വരെയൊന്നും പോകണ്ട. ചാവാൻ നേരത്തെ ആത്മപരിത്യാഗമല്ല, ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ആത്മപരിത്യാഗം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് ആത്മപരിത്യാഗത്തിന്റെ, ഈശോ ആഗ്രഹിക്കുന്ന, ബൈബിള് പഠിപ്പിക്കുന്ന ആത്മപരിത്യാഗത്തിന്റെ ഒരു 11 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അച്ഛൻ ഇന്ന് അതൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതെല്ലാം യൂട്യൂബിൽ ഉണ്ടല്ലോ, കേൾക്കുക. നമ്മൾ ഇന്ന് പുതിയത് തുടങ്ങുകയാണ്. 12ാമത്തെ ആത്മപരിത്യാഗത്തിന്റെ ഒരു 12ാമത്തെ കാര്യം, ഇഷ്ടമുള്ളതുപോലെ ലൈംഗികത പ്രകടിപ്പിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മറ്റ് 11 നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. ഒന്നാമതായിട്ട് എന്തായിരുന്നു? പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഉപേക്ഷിക്കുക, എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക, ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിക്കുക, ഇഷ്ടമുള്ളതുപോലെ പണം ചെലവഴിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക, ശത്രുക്കളെ വെറുക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക, ശുശ്രൂഷിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിക്കുക, അനുസരിക്കുന്നതിന് മുമ്പ് എല്ലാം അറിയാനുള്ള അവകാശം ഉപേക്ഷിക്കുക, സ്വന്തം ഇഷ്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക, ഹൃദയത്തിൽ പരിഭവം സൂക്ഷിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക, പരാതി പറയാനുള്ള അവകാശം ഉപേക്ഷിക്കുക, സ്വന്തം ഇഷ്ടം ഒന്നാമതായി പരിഗണിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയുകയാണ്, ഇഷ്ടമുള്ളതുപോലെ ലൈംഗികത പ്രകടിപ്പിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക എന്ന്. നമുക്ക് ഒരു വചനം വായിച്ച് തുടങ്ങാം. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കാം. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ. വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റ് പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഹല്ലേലൂയ,
ഹല്ലേലൂയ. അപ്പൊ വചനം പറയാണ്, വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൻ, ശരീരത്തിൽ വിശുദ്ധിക്കെതിരെ പാപം ചെയ്യരുത്. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ ഓടിയകലുവിൻ, പാപത്തിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന്, ഒരു ലൈംഗികമായ തിന്മയിൽ നിന്ന് ഓടിയകലുവിൻ എന്നാണ് വചനം പറയുന്നത്. വചനം ഓടിയകലാൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഓടിയകലുവിൻ എന്ന് പറയുന്ന വാക്കുപയോഗിച്ചിട്ടുള്ള മറ്റൊരു വചനഭാഗമാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. 1 കൊറിന്തോസ് 10:14 വായിക്കാം. ആകയാൽ പ്രിയപ്പെട്ടവരെ, വിഗ്രഹാരാധനയിൽ നിന്ന് ഓടിയകലുവിൻ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ആകയാൽ പ്രിയപ്പെട്ടവരെ, വിഗ്രഹാരാധനയിൽ നിന്ന് ഓടിയകലുവിൻ. ഡോണ്ട് ഫൈറ്റ് ബട്ട് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് യുദ്ധം ചെയ്യാനായിട്ട് നിൽക്കണ്ട, നിങ്ങൾ അവിടെ നിന്ന് ഓടിയകലുവിൻ. ചില ആളുകൾ പറയും, ഞാൻ ആ വിഗ്രഹാരാധന നടക്കുന്ന സ്ഥലത്ത് പോയി നിന്നുള്ളൂ, പക്ഷെ എന്റെ മനസ്സിൽ ഈശോയായിരുന്നു അച്ഛ. ഞാൻ അവിടെ പോയെങ്കിലും എന്റെ മനസ്സിൽ ആരായിരുന്നു? ഈശോയായിരുന്നു. വചനം പറയാണ്, നിങ്ങൾ അവിടെ പോയി നിൽക്കണ്ട. നമ്മള് ഈ തീ കൂട്ടിയിട്ടിരിക്കുന്നതിന്റെ മീതെ കൂടെ നടന്നിട്ട് അയ്യോ കാല് പൊള്ളല്ലേ എന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ അവിടെ നിന്ന് എന്ത് ചെയ്യണം? ഓടിയകലണം. ആ സാഹചര്യവുമായി യുദ്ധം ചെയ്യാൻ നിൽക്കണ്ട. യുദ്ധം ചെയ്തപ്പോഴൊക്കെ ഈ നമ്മൾ ഈ തീ കൂട്ടിയതിന്റെ മീതെ നടന്നാൽ എന്ത് സംഭവിക്കും? പൊള്ളിക്കൊണ്ട് പറയാണ്, അയ്യോ എന്റെ മനസ്സിൽ ഈശോയായിരുന്നു. അവിടെ നിൽക്കണ്ട. അതാണ് ഓടിയകലുവിൻ എന്ന് പറയുന്നത്. മറ്റൊരു വചനഭാഗം വായിക്കാം. തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 22-ാമത്തെ തിരുവചനം വായിക്കാം. അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക. പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് വചനം ഏറ്റെടുക്കാം. യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക. പ്രിയപ്പെട്ടവരെ, മൊബൈലിൽ മോശമായിട്ടുള്ളൊരു ചിത്രമുണ്ട്, അല്ലെങ്കിൽ ഒരു വീഡിയോ ഉണ്ട്. ഇത് കണ്ടുകൊണ്ട് അയ്യോ എൻ്റെ ഉള്ളിൽ ഈശോയാണെന്ന് പറഞ്ഞ് ഈ പാപകരമായ ചിത്രം കണ്ടാൽ നീ ഓക്കെ ആകുമോ ഇല്ലയോ? ഈശോ പറയാണ്, അതിൽ നിന്ന് ഓടിയകലുവിൻ. ഹല്ലേലൂയ. അപ്പോൾ ലൈംഗികത പ്രകടിപ്പിക്കാനുള്ള, നമുക്കിഷ്ടമുള്ളതുപോലെ ലൈംഗികത പ്രകടിപ്പിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. അങ്ങനെ ഒരു അവകാശമുണ്ടോ? ഒരു കൊച്ചിനോട് ചോദിച്ചു, പറഞ്ഞു, അച്ഛ ശ്രദ്ധിക്കുക, 19 വയസ്സുള്ളൊരു കുട്ടി, അവൾക്ക് എന്തായി? പ്രായപൂർത്തിയായി. അവൾ 19 വയസ്സുള്ള വേറൊരു ആൺകുട്ടിയുമായി ഒരു പ്രണയത്തിലായി പരസ്പരം അവർ ഒരുമിച്ച് ജീവിച്ചു. ഓക്കെ, ഞങ്ങൾ പ്രായപൂർത്തിയായവരല്ലേ, ഞങ്ങൾ പരസ്പരം കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ് കമ്മിറ്റ്മെന്റ്? നിങ്ങൾക്കറിയാം എന്താണ് കമ്മിറ്റ്മെന്റ്? ഞങ്ങൾ കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിൽ അവര് പുറത്തെവിടെയോ പഠിക്കായിരുന്നു, അവള് തിരിച്ച് നാട്ടിലേക്ക് വരാൻ നേരത്ത് അവനോട് പറഞ്ഞു, നീ വന്ന് എന്നെ കൂട്ടണമെന്ന് പറഞ്ഞു. അവര് രണ്ടുപേരും കൂടി ബെർത്തുള്ള ബസ്സിൽ രണ്ടുപേരും കൂടി ഒരു ബെർത്ത് ബുക്ക് ചെയ്ത് രണ്ടുപേരും കൂടി ഒരു ബെർത്തിൽ യാത്ര ചെയ്ത് പോന്നു. എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല.
ഹല്ലേലൂയ. ഈ തെറ്റില്ല എന്ന് പറയുന്ന ആ നിയമപരമായിട്ട് എന്തെങ്കിലും തെറ്റുണ്ടോ? അച്ഛൻ പറഞ്ഞതേ IPC. ഹല്ലേലൂയ. രണ്ടുപേരെ ഒരുമിച്ച് പഠിക്കുകയായിരുന്നു. അച്ഛൻ ചില ഉദാഹരണങ്ങൾ ആദ്യം തന്നെ പറയുന്നത്, ചില നിങ്ങളുടെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി കിട്ടി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് പഠിക്കുകയായിരുന്നു. ഒരുമിച്ച് പഠിച്ച് അവർ ഒരുമിച്ച് താമസിച്ചു. ഒന്നാമത് അവര് പിന്നെ വീട്ടിൽ വന്നു. മാതാപിതാക്കളുടെ അനുവാദത്തോടുകൂടെ ഒന്നാമത്തെ കുട്ടിയെ അബോർട്ട് ചെയ്തു. ഇനി സൂക്ഷിച്ചാക്കണമെന്ന് പറഞ്ഞു വിട്ടു. രണ്ടാമത്തെ കുട്ടിയെയും അബോർട്ട് ചെയ്തു. 2 പേർക്കും 24 വയസ്സ്. ഇപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ്, നമുക്കിപ്പോ പഴയ പോലെയുള്ള ഒരു പഞ്ചില്ല, നമുക്കൊന്ന് ആലോചിച്ചിട്ട് മതി. അച്ഛൻ ചോദിക്കട്ടെ, എന്തെങ്കിലും തെറ്റുണ്ടോ? നിയമത്തിന്റെ മുമ്പിൽ അവർ നിയമത്തിന്റെ വിവര കോടതി കൊണ്ടുപോകുന്നു വിചാരിച്ചോ? എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റില്ല. അബോർഷൻ പാപമല്ല. പരസ്പര ധാരണയോടുകൂടെ സമ്മതത്തോടുകൂടെ ഒരുമിച്ച് ജീവിച്ചത് പാപമല്ല. രണ്ടുപേരെയും വെറുതെ വിടുന്നു. നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു. ഇതാണ് പ്രിയപ്പെട്ടവരെ, ഇഷ്ടമുള്ളതുപോലെ ലൈംഗികത പ്രകടിപ്പിക്കാനുള്ള അവകാശം. നീ ക്രിസ്തുവിലാണ് ജീവിക്കുന്നതെങ്കിൽ, നമ്മളോട് അച്ഛൻ ഇവിടെ നിന്ന് പറയാൻ പറ്റുന്ന 1-2 കാര്യങ്ങള് അത് തന്നെ വളരെ ലൈറ്റാക്കി പറഞ്ഞു എന്നുള്ളൂ. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങനെയൊന്നും പോവില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇഷ്ടമുള്ളതുപോലെ ലൈംഗികത പ്രകടിപ്പിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം 18-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ വായിക്കാം. എന്തെന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ മാദകമായ വീഞ്ഞ് പാനം ചെയ്തു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി. സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടു, എന്റെ ജനമേ, അവളിൽ നിന്ന് ഓടി അകലുവിൻ, അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകും. അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിന്തുടരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27-28 തിരുവചനങ്ങളിൽ ഈശോ പറയുകയാണ്. എടുത്തു വായിക്കാം. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ ചോദിക്കട്ടെ, ഒരാളെ ആസക്തിയോടുകൂടെ നോക്കിയതിന് പോലീസ് പിടിക്കോ? ഇല്ല. മനസ്സിലെ ആസക്തിയെ കുറിച്ച് ധ്യാനിച്ചതിന് പോലീസ് പിടിക്കോ? ഇല്ല. പക്ഷേ ഇഷ്ടമുള്ളതുപോലെ നീ ക്രിസ്തുവിലാണെങ്കിൽ, അതാണ് പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിലായിരിക്കുന്നവനും ക്രിസ്തുവിലല്ലാതിരിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ, ഈശോയേ. ഉൽപ്പത്തി. അപ്പോ അതോട് ചേർന്ന് ഈശോ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിക്കാം. 5, 27, 28 കഴിഞ്ഞിട്ട് 29 വായിച്ചേ. വലതു കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ്.
വലതുകരം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് പാപകരമാകുന്നുവെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിനെ എന്ത് ചെയ്യണം? വെട്ടി ദൂരെ എറിയണം. കണ്ണ്, അതാണ് ഈ കണ്ണ് പറിച്ചു കളയുക എന്ന് പറയുന്നത്, കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയുക എന്ന് പറയുന്നത് അതാണ്. ഇനി നിന്റെ മൊബൈൽ ഫോണാണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ നീ എന്ത് ചെയ്യണം? കൈ കളയണമെന്ന് പറഞ്ഞതുപോലെയാണ്. കയ്യിലുള്ളത്, കൈ കളഞ്ഞില്ലേലും കുഴപ്പമില്ല, കയ്യിലുള്ളത് അയ്യോ ജീവൻ പോയാലും ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു പെൺകുട്ടി പറഞ്ഞു, അച്ഛാ എനിക്ക് അവനെ ഉപേക്ഷിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ അവനെ ഉപേക്ഷിച്ചാൽ അവൻ ആത്മഹത്യ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ അങ്ങനെ പലരോടും പറഞ്ഞിട്ടുണ്ട്, അത് പോട്ടെ. അപ്പോൾ ഇവൾക്ക് പേടി, അല്ലെങ്കിൽ അത് അങ്ങോട്ട് വിട്ടുപോയി കഴിഞ്ഞ പിന്നെ ഞാൻ ഒറ്റക്കാവൂലേ എന്നൊക്കെ ഉള്ളൊരു പേടി. പ്രിയപ്പെട്ടവരെ, ഏപ്രിൽ മാസത്തെ ഷാലോം ടൈംസിൽ, അച്ഛൻ ഇന്നലെ ഷാലോമിൽ പോയപ്പോൾ അവിടെ കിടക്കുന്നത് വായിച്ചതാണ്. അതിന്റെ എഡിറ്റോറിയൽ അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ബെന്നി പുന്നത്തറ സാറ് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്ന അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ഹൃദയം കഠിനമാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഒന്ന് പറഞ്ഞേ. കേക്ക്. അപ്പൊ അച്ഛൻ ഈ ടൈറ്റിൽ കണ്ടുപോയി, ഇതെന്താണ്? ഹൃദയം കഠിനമാക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ് ടൈറ്റിലിന്റെ പേര്. എന്നിട്ട് ബെന്നി സാർ ഒരു കഥ എഴുതുകയാണ്. മഴക്കാലമായിരുന്നു, കടുത്ത മഴക്കാലത്ത് ഇവരുടെ കാർപോർച്ചിൽ ഒരു അവശ നിലയിൽ ഭക്ഷണമൊന്നും കിട്ടാതെ ഒരു പട്ടി വന്ന് കിടന്നു. ഇവിടെ സംഭവിക്കുന്ന പോലെയാണ്. ഒരു പട്ടി ഇങ്ങനെ ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട്, അപ്പൊ ഇവർക്കും വലിയ ബുദ്ധിമുട്ടാണ്, ഭയങ്കര മഴക്കാലം. അപ്പൊ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാല് ആ പട്ടിക്ക് കുറച്ച് ചോറൊക്കെ കൊടുത്ത് പട്ടി ഉഷാറായി. മഴക്കാലം കഴിയുമ്പോൾ ഈ പട്ടി പോകുന്നാണ് വിചാരിച്ചത്. മഴക്കാലം കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ ഉഷാറായിട്ടും പട്ടി അവിടെ നിന്ന് പോകുന്നില്ല. എന്ന് മാത്രമല്ല, സ്ട്രീറ്റിലുള്ള വേറെ കുറച്ച് പട്ടികളെയും കൂടെ വിളിച്ച് കൊണ്ടുവന്ന് അവരുടെ പോർച്ചിൽ കിടപ്പായി. പട്ടിനോട് 2-3 പ്രാവശ്യം പോ പട്ടി പോ എന്ന് പറഞ്ഞു. പട്ടി കേക്കോ? പട്ടി പോന്ന് പറയുന്നപ്പോ പട്ടി വിചാരിച്ച സ്നേഹം കൊണ്ട് പറയുന്നതാണെന്ന്. ബൗ എന്ന് പട്ടി മൊത്തത്തിൽ അലമ്പായി. അവസാനം സാർ ഇത്ര എഴുതിയിട്ടുള്ളൂ: ആ പട്ടികളെ അവിടെ ഓടിക്കാൻ ചില കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടി വന്നു. കാരണം എന്താണ്? അല്ലേ? ഹൃദയം കഠിനമാക്കേണ്ടി വന്നു. കാരണം ആദ്യം കുറച്ച് കരുണ കാണിച്ച് അവസാനം നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് സാർ ഉപയോഗിക്കുന്ന പിന്നീട് പറയുന്ന വചനഭാഗം ഇപ്പോൾ നമ്മൾ വായിച്ചതാണ്. നിന്റെ കൈ പിഴുത് കളയാൻ, നിന്റെ കണ്ണ് ചൂഴ്ന്നു കളയാൻ നിനക്ക് എന്തു വേണം? ഹൃദയം കഠിനമാകണം. നിന്റെ കൈ വെട്ടിക്കളയണമെന്നുണ്ടെങ്കിൽ നിനക്ക് എന്ത് വേണം? ഹൃദയം കഠിനമാകണം, സ്ട്രോങ് ആകണം. ആ ഒരു പശ്ചാത്തലത്തിലാണ് എഴുതിയിരിക്കുന്നത്: ഹൃദയം കഠിനമാക്കിയവർ ഭാഗ്യവാന്മാർ. ഏതിനെതിരെ? പാപത്തിനെതിരെ, തിന്മയ്ക്കെതിരെ, തെറ്റായ ശീലങ്ങൾക്കെതിരെ, തെറ്റായ ബന്ധങ്ങൾക്കെതിരെ. നിന്റെ ഫോണിലേക്ക് വന്ന ഹായ് തിരിച്ച് ഹലോ പറയാതിരിക്കണമെങ്കിൽ നിനക്ക് നിന്റെ ഹൃദയം എങ്ങനെയായിരിക്കണം? പല പ്രാവശ്യം ഒന്ന് വിളിക്കോ എന്ന് ചോദിച്ചിട്ട് നീ തിരിച്ച് വിളിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയം എന്തായിരിക്കണം? കഠിനമായിരിക്കണം. അപ്പോ നമുക്ക് ഈ തപസ് കാലത്ത് എങ്ങനെയുള്ള ഹൃദയമാണ് വേണ്ടത്? എന്തൊരു സന്തോഷം! അപ്പോ കഠിന ഹൃദയർ ഭാഗ്യവാന്മാർ.
ഇത് മാത്രം എടുത്തിടരുത്, നേരത്തെ പറഞ്ഞവിടെ കേൾക്കണം. ഹല്ലേലൂയ. തിന്മയ്ക്കെതിരെ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? നമ്മൾ തിന്മയ്ക്കെതിരെ ഹൃദയം സോഫ്റ്റ് ആക്കുകയും നന്മയ്ക്കെതിരെ ഹൃദയം കഠിനമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലൈംഗികതയെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ഉം 28-ഉം തിരുവചനങ്ങളിൽ ആ പദ്ധതിയെ കുറിച്ച് വചനം പറയുകയാണ്. രണ്ട് പദ്ധതികളാണ് ലൈംഗികതയെ കുറിച്ച് ദൈവത്തിനുള്ളത്. ഉൽപ്പത്തി 1-ാം അധ്യായം 27-ഉം 28-ഉം തിരുവചനങ്ങളിൽ അതിനെക്കുറിച്ചുള്ള 1-ാമത്തെ പദ്ധതി പറയുകയാണ്. വായിക്കാം. ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? 28. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. മതി. അപ്പോൾ സന്താനങ്ങൾക്ക് ജന്മം നൽകാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ലൈംഗികതയുടെ ഒരു ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് അത് സന്താനങ്ങൾക്ക് ജന്മം നൽകുക എന്നതാണ്. രണ്ടാമത്തെ ഒരു പർപ്പസ് ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ തിരുവചനവും 21 മുതലുള്ള തിരുവചനവും വായിക്കാം. ദൈവം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അപ്പോ രണ്ടാമത്തെ ഒരു പർപ്പസ് എന്താണ്? രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് ഇന്റിമസിയാണ്. ഏകനായിരിക്കുന്നതിന് പകരം ഒരു കൂട്ടായ്മയിലായിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യന്റെ ഏകാന്തത അകറ്റുന്നതിന് വേണ്ടി, അവന് തുണയുണ്ടാകുന്നതിന് വേണ്ടി കർത്താവ് സ്ത്രീയെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് 24 മുതൽ നമ്മൾ വായിക്കാണ്. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി. 21 മുതൽ ഗാഢനിദ്രയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ല് കൊണ്ട് അവിടെ നിന്നൊരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിലിതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്നെടുക്കപ്പെട്ടത് കൊണ്ട് നാരി എന്ന് അവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. അതായത് അവർ തങ്ങളുടെ പരസ്പരമുള്ള മ്യൂച്വൽ ലവ് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി, അവർ ഒരു ശരീരമായി തീരുന്നതിന് വേണ്ടിയാണ് സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. അതായത് വചനം പഠിപ്പിക്കുന്ന ദൈവശാസ്ത്രമനുസരിച്ച് ലൈംഗികത സന്താന പ്രത്യുൽപാദനത്തിന് വേണ്ടിയുള്ളതും അതിനു വേണ്ടി മാത്രമുള്ളതല്ല, സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഒരു ശരീരമായി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നതിന് വേണ്ടി കൂടെയുള്ളതാണ്. പരസ്പരമുള്ള സ്നേഹം പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ലൈംഗികതയെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളുള്ള മനുഷ്യരുണ്ട്. അതെന്താണ്? കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ദാമ്പത്യധർമ്മം നിർവഹിക്കുന്നത് തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തെറ്റായ ചിന്താധാര. പ്രിയപ്പെട്ടവരെ, അത് ബൈബിൾ പഠിപ്പിക്കുന്ന ചിന്താധാരയല്ല എന്ന് മനസ്സിലിരിക്കട്ടെ. ദമ്പതികൾ തങ്ങളുടെ ജീവിതകാലം മുഴുവനും ഒരുമിച്ച് ആയിരിക്കാനും പരസ്പരം സ്നേഹിക്കാനും പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുവാനും ഒക്കെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നതാണ് കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്ന ദൈവശാസ്ത്രം. ഉച്ചത്തിൽ വിളിച്ചേ ഈശോയേ, ഈശോയേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾ ഇനി നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ജീവിക്കരുത്
നിങ്ങളുടെ ഭാര്യയുമായി ഒരുമിച്ച് ജീവിക്കരുത്, ഭർത്താവുമായി ഒരുമിച്ച് ജീവിക്കരുത് എന്ന് ആരെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായൊരു പഠനമാണ് എന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അത് മരണം വരെയുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നിന്റെ ജീവിത പങ്കാളിയോടുള്ള നിന്റെ കമ്മിറ്റ്മെന്റ് അത് മരണം വരെയുള്ള കമ്മിറ്റ്മെന്റ് ആണ്. നീ എത്ര നാൾ നിന്റെ ജീവിത പങ്കാളിയോട്, നിന്റെ ഭാര്യയോട്, ഭർത്താവിനോട് ഒരു ശരീരം എന്ന രീതിയിൽ വർത്തിക്കണം എന്നതിന് വചനം ഒരു ഉത്തരം തരുകയാണ്. വായിക്കാം സുഭാഷിതങ്ങൾ 5:18 മുതലുള്ള തിരുവചനങ്ങൾ. നിന്റെ ഉറവ, നിന്റെ യൗവനത്തിലെ ഭാര്യ അനുഗ്രഹീതയായിരിക്കട്ടെ, അവളിൽ ആനന്ദം കൊള്ളുക. പ്രിയപ്പെട്ടവരെ, നിന്റെ ഉറവ, നിന്റെ യൗവനത്തിലെ ഭാര്യ. അപ്പോ വചനം ഓർമ്മിപ്പിക്കുന്നത്, വചനം ഇപ്പൊ ആരോടാ സംസാരിക്കുന്നത്? പ്രായമുള്ള ഒരാളോട് പറയുകയാണ് അല്ലേ? നിന്റെ യൗവനത്തെ കുറിച്ച് നിന്നെ ഓർമ്മിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിനക്ക് 18 വയസ്സുള്ളൂ, അല്ലെങ്കിൽ 25 വയസ്സുള്ളൂ, 30 വയസ്സുള്ളൂ. നിന്റെ യൗവനത്തിലെ ഭാര്യ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? നിന്റെ ഇപ്പോൾ ഉള്ള ഭാര്യ എന്ന് പറഞ്ഞാൽ പോരെ. ഹല്ലേലൂയ. അപ്പോൾ നിന്റെ യൗവനത്തിലെ ഭാര്യ എന്ന് പറയുമ്പോ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരു 70 വയസ്സുണ്ട്. ഹല്ലേലൂയ. അപ്പോ നിന്റെ ഉറവ, നിന്റെ യൗവനത്തിലെ ഭാര്യ അനുഗ്രഹീതയായിരിക്കട്ടെ, അവളിൽ ആനന്ദം കൊള്ളുക. എപ്പോൾ? നിന്റെ വാർദ്ധക്യത്തിലും ആനന്ദം കൊള്ളുക. എന്നിട്ട് പറയുകയാണ്, തുടർന്ന് വായിച്ചേ. അവൾ ചന്തമുള്ള ഒരു മാൻപേട. പ്രിയപ്പെട്ടവരെ, ചന്തം അന്വേഷിച്ച് സ്വന്തം കിടപ്പുമുറികൾക്കപ്പുറം പോകുന്നതിനെയാണ് പാപമെന്ന് പറയുന്നത്. നിന്റെ കൂടെയുള്ളത് ആളല്ല ചന്തമുള്ളത്. ചന്തം വേറെ ആർക്കോ ആണ് എന്ന് നീ തെറ്റിദ്ധരിക്കുന്നത് ഇടത്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഇഷ്ടമുള്ളതുപോലെ ലൈംഗികത പ്രകടിപ്പിക്കാനുള്ള അവകാശം. നിന്റെ ഭാര്യയാണ് ചന്തമുള്ളത്. നമുക്കെല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ്. ഇക്കരെ നിൽക്കുമ്പോ അക്കരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെ, UK-യിലുള്ളവർക്ക് ഓസ്ട്രേലിയയാണ് പച്ച. ഹല്ലേലൂയ. അപ്പോൾ അവൾ ചന്തമുള്ള ഒരു മാൻപേട, സുന്ദരിയായ മാൻപേട തന്നെ. എന്നിട്ട് പറയുന്നു, അവളുടെ സ്നേഹം നിന്നെ സദാ സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ. നിന്റെ വാർദ്ധക്യത്തിലും നിന്റെ ഭാര്യയുടെ സ്നേഹം നിന്നെ സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, ഈ സഹോദരിക്ക് ഒരു 65 വയസ്സായിട്ടുണ്ട്, ഭർത്താവിന് അതിൽ കൂടുതലുണ്ട്. ഭർത്താവ് വേറൊരു മുറിയിലും ഇവര് വേറൊരു മുറിയിലുമാണ്. മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, ഭർത്താവ് ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണ്. എന്തോ പേരിൽ വാശി പിടിച്ചിട്ട് ഏകദേശം 1 കൊല്ലമായി ചേട്ടൻ തന്നെ, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം പോലും കഴിക്കുകയില്ല. ചേട്ടൻ തന്നെ അടുക്കളയിൽ പോയി അരിയിട്ട് ഉണ്ടാക്കി എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കി കുത്തിയിരുന്ന് കഴിക്കും. എന്നിട്ട് ഒരു വീട്ടിൽ താമസിക്കാം. മക്കള് അരി മേടിച്ചുകൊണ്ട് വന്ന് വെക്കും, കറിക്കുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന് വെക്കും. അമ്മക്കുള്ളതും മക്കൾക്കുള്ളതും അമ്മ പാചകം ചെയ്യും. അപ്പൻ ഒറ്റയ്ക്ക്, അപ്പൻ എനിക്ക് നിങ്ങളൊന്നും ഉണ്ടാക്കി തരണ്ട, എന്നിട്ട് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കും. ഒരടുക്കളയേ ഉള്ളൂ. അമ്മ മാറുമ്പോ അപ്പം കേറും. ഷിഫ്റ്റാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ആവിലെ വരെ വരാം. രണ്ടുപേരും കൂടി ആവിലെ വരെ വരാന, മുറ്റം വരെ പറ്റത്ത. രണ്ടുപേരും കൂടി വീട്ടിൽ തന്നെ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നില്ല, അടുക്കളയിൽ തന്നെ ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തവരാണ്. രണ്ടുപേരും കൂടി ഒരുമിച്ച് ആവിലയിൽ വരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അറിഞ്ഞിരുന്നു. അപ്പോൾ നിന്റെ ഭാര്യ, നിന്റെ ഉറവ, അവളിൽ ആനന്ദം കൊള്ളുക. അവള് സുന്ദരിയായ മാൻപേട തന്നെ. അവളുടെ സ്നേഹം നിന്നെ സദാ സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ. അവളുടെ പ്രേമം നിന്നെ എപ്പോഴും ലഹരി പിടിപ്പിക്കട്ടെ. അവസാനം വരെ നിന്റെ ഭാര്യയുടെ സ്നേഹം നിന്നെ ലഹരി പിടിപ്പിക്കട്ടെ. ഹല്ലേലൂയ. അച്ഛന്റെ ഡൈനിങ് ഇവിടെ ഒരു ഫോട്ടോ ഇരിക്കുന്നുണ്ട്. 99 വയസ്സുള്ള ഒരു വല്യപ്പൻ 90 വയസ്സുള്ള ഒരു വല്യമ്മക്ക് കിസ് കൊടുക്കുന്ന ഒരു ഫോട്ടോയാണ്.
അത് അച്ഛനെടുത്ത് വെച്ച്, നിങ്ങൾ വിചാരിക്കും ഈ 99 വയസ്സുള്ള വല്യപ്പന്റെ ഫോട്ടോ അച്ഛനെടുത്ത് വെച്ചിട്ട്, അച്ഛന്റെ അപ്പച്ചന്റെ ഫോട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദാമ്പത്യ ജീവിതത്തിന്റെ ഗാഢമായ ബന്ധത്തിന് വേണ്ടിയാണ് ലൈംഗികത. ഇന്നലെ പത്രത്തിൽ ഒറ്റ പേജിൽ മലയാള മനോരമയുടെ ഡിസ്ട്രിക്ട് കോളത്തിൽ 3 വാർത്തകൾ ഒരുമിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, ഒരു അധ്യാപകനെ 30 വർഷത്തേക്ക് തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ്. ജില്ല എഴുതിയിരിക്കുന്നത് കണ്ണൂർ, പക്ഷെ മലപ്പുറത്ത് നിന്നുള്ള ആണ് ഈ സഹോദരന്റെ വീട്. 30 വർഷത്തേക്ക് തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ്. കേസ് ഇതാണ്: 12 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ 1 വർഷത്തോളം പീഡിപ്പിച്ചു എന്നതാണ് കേസ്. അതിന്റെ തൊട്ടിപ്പുറത്ത് കാസർഗോഡ്, എല്ലാ ജില്ലക്കും ഇരിക്കട്ടെ, തൊട്ടിപ്പുറത്ത് കാസർഗോഡ് ഒരു 45 വയസ്സുള്ള ഒരു സഹോദരി അംഗപരിമിതിയുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നതാണ് കേസ്. അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ശിക്ഷ വന്നിട്ട്. അതിന്റെ തൊട്ടിപ്പുറത്ത് ഇരിട്ടി എന്ന് പറയുന്ന, അങ്ങനെയുണ്ടല്ലോ, സ്ഥലത്തിന്റെ പേര് എഴുതിയിട്ടില്ലേ, ബാക്കി സ്ഥലം അച്ഛൻ പറയുന്നില്ല, നിങ്ങൾ പത്രം വായിച്ചാണ്. പ്രിയപ്പെട്ടവരെ, 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പരാതിയുടെ പേരിൽ ഒരു 58 വയസ്സുകാരൻ ഇപ്പോൾ ജയിലിലാണ്, അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് വാർത്ത. പറഞ്ഞു വരുന്നത് നമ്മൾ ആരും വിധിക്കാൻ വേണ്ടി പറയുന്നതല്ല. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ലൈംഗികത പ്രകടിപ്പിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വിവാഹത്തിന് മുമ്പുള്ളതാണെങ്കിലും വിവാഹത്തിന് ശേഷം, വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങളുമൊക്കെ ആയിട്ട് നമുക്കറിയാം എത്രയോ, അച്ഛൻ ഒരു ദിവസം തന്നെ എത്രയോ കേസുകളാണ് കേൾക്കാനിട വരുന്നത്. പത്രത്തിൽ വായിക്കേണ്ട ആവശ്യമില്ല. അച്ഛനൊരു കഥ, ഒരു സംഭവം പറയാനായിട്ട് അതിന്റെ ആവശ്യമില്ല, എങ്കിലും പറഞ്ഞതാണ്. 100 കണക്കിന് പ്രശ്നങ്ങൾ, 1000കണക്കിന് പ്രതിസന്ധികള്, കുടുംബജീവിതം നയിക്കുന്നവര്, യുവതി യുവാക്കള്, വാർദ്ധക്യത്തിലെത്തിയവര്, 8 വർഷം പ്രണയിച്ച് കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോ ഇവൻ കണ്ടുപിടിക്കുകയാണ്, ഞാൻ 8 വർഷം പ്രണയിച്ചിപ്പോ കല്യാണം കഴിച്ചിരിക്കുന്ന ഭാര്യയ്ക്ക് വേറെയും അഫയർ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ എല്ലാവരോടുമായി പറയുന്നത്, വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ നോക്കുന്നവർ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയിൽ ജീവിക്കുക എന്നത് ഒരു ആരാധനയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ തിരുവചനം എടുത്തു വായിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഹല്ലേലൂയ. 1 തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ. തെസ്സലോനിയക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 4-ാം അധ്യായം 3 മുതൽ വായിക്കാം. നിങ്ങളുടെ വിശുദ്ധീകരണമാണ്, ഏറ്റുപറയാം, ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ഹല്ലേലൂയ.
വചനം പറയുകയാണ്, അസന്മാർഗികതയിൽ നിന്ന് ഒഴിഞ്ഞു മാറണം, ഓടിയകലണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. 1 കൊരിന്ത്യർ 7, 3 മുതൽ 5 വരെ. ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യധർമ്മം നിറവേറ്റണം. അതുപോലെ തന്നെ ഭാര്യയും ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം, ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കാണ് അധികാരം. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സംയമനക്കുറവ് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ദാമ്പത്യ അവിശ്വസ്തതയുടെ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നതിന്റെ ചില അനന്തര ഫലങ്ങളെ കുറിച്ച് അച്ഛൻ വേഗത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കാം. 2-3 ആഴ്ച പറയേണ്ട ടോപ്പിക്കുണ്ട്. പക്ഷെ ഇത് അങ്ങനെ പറയാനായിട്ട് അത്ര സുഖമുള്ളൊരു കാര്യമല്ലാത്തത് കൊണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ അച്ഛൻ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ അല്ലേ? കേൾക്കാനും അത്ര സുഖമുള്ളൊരു കാര്യമല്ല, പറയാനും ഒട്ടും സുഖമുള്ളൊരു കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദാമ്പത്യ അവിശ്വസ്തത അല്ലെങ്കിൽ കുടുംബ വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ, ശരീരത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന സൗഹൃദങ്ങൾ, പ്രവർത്തികൾ, അത് സ്വയംഭോഗത്തിന്റെ മേഖലയാകാം, സ്വവർഗഭോഗത്തിന്റെ മേഖലയാകാം, മൃഗഭോഗത്തിന്റെ മേഖലയാകാം, അല്ലെങ്കിൽ വിവാഹബന്ധത്തിന് പുറത്തുള്ള ചില ബന്ധങ്ങളുടെ മേഖലകളാകാം. അതിന്റെ എല്ലാം അനന്തര ഫലങ്ങൾ എന്താണ്, അതിന്റെ കോൺസിക്വൻസസ് എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നു. 1-ാമത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് അതിന് ചില സ്പിരിച്വൽ കോൺസിക്വൻസസ് ഉണ്ട്, ആത്മീയമായ ചില പ്രത്യാഘാതങ്ങളുണ്ട്. എന്താണ് ആത്മീയമായ പ്രത്യാഘാതം? അത് പരിശുദ്ധാത്മാവിന്റെ ആലയം നശിപ്പിക്കുന്നു എന്നതാണ്. ഹല്ലേലൂയ. നമ്മൾ നേരത്തെ വായിച്ച 1 കൊരിന്ത്യർ 6:18 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. നിങ്ങൾ തിന്മ പ്രവർത്തിക്കുമ്പോ പരിശുദ്ധാത്മാവിന്റെ ആലയത്തെ, പാപം ചെയ്യുന്നവൻ പരിശുദ്ധാത്മാവിന്റെ ആലയത്തെ നശിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. 2-ാമത്തെ സ്പിരിച്വൽ പ്രത്യാഘാതം, ആത്മീയമായ പ്രത്യാഘാതം എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെടുന്നു എന്നതാണ്. ലൂസ് ഓഫ് ഇന്റിമസി വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ഹൃദയബന്ധം, ആ ഇന്റിമസി നഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് അച്ഛനിപ്പോ ആത്മീയമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പറയുന്നത് കൊണ്ട് കുടുംബജീവിതത്തിൽ നിന്ന് ഒരു ഉദാഹരണം എടുക്കുന്നു എന്നുള്ളൂ. നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ജീവിത പങ്കാളി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു തെറ്റായ ബന്ധത്തിലാണ്. എന്നിട്ടും നിങ്ങൾ ആ ജീവിത പങ്കാളിയോട് ഒരുമിച്ച് ദാമ്പത്യധർമ്മം നിർവഹിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ള സ്നേഹത്തിന് എന്തുണ്ടാകും? ഒരു കുറവുണ്ടാകും. നിങ്ങൾക്കറിയാം ഏട്ടൻ കള്ളനാണെന്ന്, അല്ലെങ്കിൽ ഭർത്താവിനറിയാം ഇവൾ പലരുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്രകാരം ഒരു സാഹചര്യത്തിലും ഒരുമിച്ചായിരിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ടാവുകയില്ല? ഒരു ഇന്റിമസി ഉണ്ടാവുകയില്ല. ഇതുപോലെ നമ്മൾ ശരീരത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ ദൈവവുമായിട്ടുള്ള ഇന്റിമസിയെ നമുക്ക് വേണ്ട വിധത്തിൽ ആഘോഷിക്കാൻ പറ്റുകയില്ല. ഇതൊരു ആത്മീയമായ പ്രത്യാഘാതമാണ്.
തെറ്റായ ഒരു ബന്ധത്തിലായിരിക്കുന്ന ഒരാൾക്ക് ശരിയായ രീതിയിൽ വേണ്ട വിധത്തിൽ ദൈവൈക്യത്തിലേക്കുള്ള യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല. അതിന് കുറവ് വരും. അതാണ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം എഫെസോസ് 4:30 വിശുദ്ധിയെ കുറിച്ചുള്ള മറ്റൊരു വചനഭാഗമാണ്. നമുക്ക് വായിക്കാം. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് വേദനിച്ചിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ദൈവവുമായി എന്ത് സംലഭ്യമാവുകയില്ല? ദൈവവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ മാധുര്യം അനുഭവിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. കാരണം നമ്മൾ എന്ത് ചെയ്തു? പാപം ചെയ്ത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലേ, തെറ്റായ ബന്ധത്തിൽ തന്റെ മകള് തെറ്റായ ഒരു ബന്ധത്തിലാണ്. അവളോട് അത് ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ട് അവൾ ഉപേക്ഷിക്കുന്നില്ല. അപ്പൊ അപ്പനും അമ്മയും ഒക്കെ ഭയങ്കര വിഷമത്തിലാണ്. അപ്പോഴാണ് അവള് ലഡ്ഡുവും മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ അപ്പനും അമ്മ എന്ത് പറയും? ഓടി അവിടെ നിന്ന്, നിന്റെ ഒരു ലഡ്ഡു അല്ലേ? യെസ്. നീ ആദ്യം പാപം ഉപേക്ഷിക്ക്, എന്നിട്ട് മതി നിന്റെ ലഡ്ഡു, നിന്റെ സൗഹൃദം. അപ്പോൾ പാപം നമ്മെ ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിൽ നിന്ന് അകറ്റുന്നു. ആത്മീയമായ പ്രത്യാഘാതം 2, ആത്മീയമായ പ്രത്യാഘാതം 3, സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് ആൻഡ് ബോണ്ടേജ്. അത് നമ്മെ ആത്മീയമായ അന്ധതയിലേക്ക് നയിക്കും. 1 കൊരിന്ത്യർ 6:16 നമ്മളിങ്ങനെ വായിക്കുന്നു. 1 കൊരിന്ത്യർ 6:16 വേശ്യയുമായി വീഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബന്ധനത്തിലായി നീ ആത്മീയമായ ഒരു ബോണ്ടേജിൽ ചെന്ന് പെടുന്നു എന്നാണ് ആ വചനത്തിന്റെ അർത്ഥം. നീ ആത്മീയമായി ഒരു ബോണ്ടേജിലാണ്. നമ്മൾ പറയില്ലേ ബന്ധനമാണെന്ന് പറയില്ലേ? ഇതാണ് ഈ ബന്ധനം, പാപത്തിന്റെ ബന്ധനം. ഹല്ലേലൂയ. ഇനി അവസാനമായി, അതായത് ആത്മീയമായ പ്രത്യാഘാതങ്ങളുടെ അവസാനത്തെ 4-ാമത്തേത് ഇറ്റേണൽ ഡേഞ്ചർ, നിത്യനാശം. 2 വചനങ്ങൾ വായിക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13:4 വായിക്കാം. ഹെബ്രായർ 13:4 എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ. ചെറുപ്പക്കാരുടെ ഇടയിലും മധ്യവയസ്കരുടെ ഇടയിലും പ്രായമായവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ. ഏത് മതത്തിലുള്ളവരുടെ ഇടയിലാണെങ്കിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ. തുടർന്ന് വായിച്ചേ. മണവറ മലിനമാകാതിരിക്കട്ടെ. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മണവറ മലിനമാകുന്നത്? നിന്റെ ഹൃദയത്തിൽ നിന്റെ ജീവിത പങ്കാളിയോടല്ലാതെ വേറൊരാളെ കുറിച്ച് മനസ്സിൽ നീ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ മണവറ മലിനമാകുകയാണ്. മണവറ മലിനമാകാതിരിക്കട്ടെ. തുടർന്ന് വായിക്കുന്നു. കാരണം അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ ഡേഞ്ചർ. അശുദ്ധമായ ജീവിതത്തിന്റെ ആത്മീയമായ പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ വിധിക്കും എന്നുള്ളതാണ്. ആ വിധി നിന്റെ നന്മയ്ക്കായിരിക്കില്ല. ഹല്ലേലൂയ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കാം. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന്
മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയതാക്കിയത് ഇപ്പോഴും ആവർത്തിക്കുന്നു. അതായത് വ്യഭിചാരം ചെയ്യുന്നവരോട് വചനം പറയുകയാണ്, ഇറ്റേണൽ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല, ആത്മാവ് നശിച്ചു പോകും. ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്കതുകൊണ്ട് എന്ത് പ്രയോജനം? വലത് കരമുയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനം? ഹല്ലേലൂയ. ചില പെൺകുട്ടികൾ അല്ലെങ്കിൽ ചില കുട്ടികളൊക്കെ ഇങ്ങനെ തെറ്റായ പ്രണയബന്ധത്തിൽ, അന്യമതത്തിൽപ്പെട്ടവരുമൊക്കെ ആയിട്ടുള്ള പ്രണയബന്ധത്തിലൊക്കെ പെട്ട് അത് തന്നെ മതി, അത് തന്നെ മതി, അത് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കുട്ടികളോട് അച്ഛൻ ചോദിക്കും, ജീവിക്കണോ മരിക്കണോ? ഏതർത്ഥത്തിലാണ് പ്രിയപ്പെട്ടവരെ? ആത്മാവ്, നിന്റെ ആത്മാവ് നശിക്കണോ രക്ഷ പ്രാപിക്കണോ? നമ്മൾ നോക്കുന്നത് വേറെ പലതുമാണ്. ആത്മാവ് നശിക്കണോ ജീവിക്കണോ എന്നത് നോക്കാതെ വേറെ പലതും നോക്കി നമ്മൾ തീരുമാനമെടുക്കുകയാണ്. ഈ പ്രകാരമുള്ള തിന്മ നിറഞ്ഞ സൗഹൃദങ്ങൾ അവസാനം കൊണ്ട് ചെന്നെത്തിക്കുന്നത് നമ്മളുടെ നിത്യനാശത്തിലാണ്. വചനം പറയുകയാണ്, അവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ തിന്മ നിറഞ്ഞ ബന്ധങ്ങളുടെ ഫിസിക്കൽ ആൻഡ് പേഴ്സണൽ കോൺസിക്വൻസസ്, ശാരീരികമായ ചില പ്രത്യാഘാതങ്ങളുണ്ട്. അതുപോലെ മാനസികവും വൈകാരികവുമായ പ്രത്യാഘാതങ്ങൾ, നഷ്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ സാമൂഹികമായ പ്രത്യാഘാതങ്ങളുണ്ട്. ഈ പ്രത്യാഘാതങ്ങളെല്ലാം എന്തായാലും ഇന്നിന് തീരും തോന്നില്ല. അച്ഛന്റെ ശബ്ദം പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അത് വലിയൊരു ടോപ്പിക്കാണ്. നമ്മൾ സെന്റ് ജോൺ ഓഫ് ദ ക്രോസ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ അടുത്ത ആഴ്ച ധ്യാനിക്കുന്നതാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി വരിക. നമ്മുടെ ഉള്ളിൽ വലിയൊരു വിശുദ്ധീകരണം നടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ തപസ് കാലം നല്ലതാണ്. നമ്മുടെ വികാരങ്ങളെ ഈശോയുടെ വികാരങ്ങളുമായി ചേർത്ത് വയ്ക്കാൻ, അങ്ങനെ വെച്ച് പഠിക്കാൻ പ്രിയപ്പെട്ടവർ, ഈ ചിന്തകൾ നമ്മെ സഹായിക്കും, വചനം നമ്മെ സഹായിക്കും. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ അറിവിന്റെ നിധികള് അവനിലാണ് അടങ്ങിയിരിക്കുന്നത്. നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മെ പഠിപ്പിക്കുന്ന പാഠപുസ്തകം ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന വിദ്യാലയത്തിൽ നമ്മൾ ഇരുന്ന് പഠിക്കുകയാണ്. ഹല്ലേലൂയ.